ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ബോംബെ ഷേവിംഗ് കമ്പനിയുടെ മെക്സിക്കോ എന്ന പെർഫ്യൂമാണ്. ഞാൻ ഓൾറെഡി മയാമി അതേപോലെ കൈറോ ഒക്കെ കാണിച്ച സമയത്ത് ഈ മെക്സിക്കോയും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മുമ്പും ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ പ്രോഡക്റ്റ്. സോ ഈ ബോംബെ ഷേവിംഗ് കമ്പനിയുടെ പെർഫ്യൂംസിൽ ഏറ്റവും ഹൈപ്പിൽ വന്ന രണ്ട് പ്രോഡക്റ്റാണ്. ഒന്ന് വെലനോ, പിന്നെ ഒന്ന് മെക്സിക്കോ. സോ ഇത് ഞാനത് അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫ്രാഗ്രൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ആ വീഡിയോ കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ആറ്റമൈസർ നല്ലതാണ്. ഫ്രാഗ്രൻസ് ഇതൊരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ഫോഗിൻ്റെ ഇംപ്രഷ്യോ എന്നുള്ള പെർഫ്യൂമായിട്ട് വളരെ സിമിലറായിട്ട് നിൽക്കുന്ന ഒരു ഫ്രാഗ്രൻസാണ് ഈ മെക്സിക്കോ. ഫോഗ് ഇംപ്രഷ്യോ ഫ്രാഗ്രൻസ് ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അത് അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല എന്നുള്ള കാരണത്താൽ പലരും ഞാൻ അന്ന് വീഡിയോ ചെയ്ത് പോയ പ്രോഡക്റ്റിൻ്റെ താഴെ എപ്പോഴും കമൻറ്റ്സ് വരാറുണ്ട് ഇത് ലാസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. അതായത് ഒരു ഫ്രഷ് നോട്ട്സാണ് ഇതിൻ്റെ ഓപ്പണിങ്ങിലുള്ളത്. വളരെ ജനറിക് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ പെർഫ്യൂമിൽ നിന്ന് കിട്ടുന്ന ഒരു ഫ്രഷ്നെസ്. അതിൽ പിന്നെ ഇങ്ങനെ ഡ്രൈ ഡൗണിലേക്ക് വരുമ്പോൾ നമുക്കൊരു വൂഡി നോട്ട്സും കുറച്ചൊരു പച്ചോളി നോട്ട്സും ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു വൂഡി ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസിലേക്ക് അതങ്ങനെ മാറും. അങ്ങനെയാണ് ഈ പെർഫ്യൂം ഉള്ളത്. ഓഫീസ് യൂസിന് പറ്റിയതാണ്. പാർട്ടിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്താൽ പാർട്ടിക്കും പറ്റും. പക്ഷേ ഇതൊരു ഹെഡ് ടേണർ പെർഫ്യൂമൊന്നുമല്ല. ഇപ്പോൾ ഞാൻ ഇവരുടെ തന്നെ ഈ മയാമി ഞാൻ പറഞ്ഞു ഇത് നല്ല പെർഫ്യൂം, നല്ല ഫ്രാഗ്രൻസ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് എന്നുള്ളതൊക്കെ. മാത്രമല്ല ഇതൊരു ഫ്രഞ്ച് ഇൻസ്പയർഡും ആണ് എന്നുള്ളത്. പക്ഷേ അങ്ങനെയുള്ള ക്വാളിറ്റീസൊന്നും ഈ പ്രോഡക്റ്റിന് നമുക്ക് അങ്ങനെ പറയാനില്ല. ഇതൊരു ടിപ്പിക്കൽ ഇന്ത്യൻ ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയതാണ് ഈ മെക്സിക്കോ എന്നുള്ള സാധനം. അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഇങ്ങനെയാണ്. ഒരു ഫ്രഷ് നോട്ട്സും പിന്നെ ഒരു വൂഡി നോട്ട്സും അങ്ങനെയാണ് വരുന്നത്. ഓപ്പണിങ്ങിൽ നല്ല രീതിയിൽ ഫ്രഷ്നെസ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ആ ഒരു വൂഡി പച്ചോളി ഫ്രാഗ്രൻസിലേക്ക് ഇങ്ങനെയാണ് മാറിയിട്ട് പോവുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഫ്രാഗ്രൻസ്. ഇനി ഇത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ചോദിച്ചാൽ ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണോ ചോദിച്ചാൽ കോട്ടൺ ഡ്രസ്സിൽ അപ്ലൈ ചെയ്താൽ 6 hours വരെയൊക്കെ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അത്ര അധികമല്ല. അതായത് ഒരു 2.5 to 3 hours വരെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു 6.5 hours വരെയൊക്കെ നമുക്ക് കോട്ടൺ ഡ്രസ്സിൽ ഇതിൻ്റെ പ്രൊജക്ഷനും പെർഫോമൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു റീസണബിൾ എന്താ പറയുക ഒരു ഡീസൻറ്റ് പെർഫ്യൂമാണ്. ഒരു റീസണബിൾ പ്രൈസിന് വാങ്ങിക്കാൻ പറ്റിയ ഒരു ഡീസൻറ്റ് പെർഫ്യൂം, അങ്ങനെ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. മോശം പെർഫ്യൂമൊന്നുമല്ല. പക്ഷേ ഫ്രാഗ്രൻസ് വൈസ് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ആക്ച്വലി പെർഫോമൻസ് ഓക്കെയാണ്, ക്വാളിറ്റി ഒക്കെ നല്ലത് തന്നെയാണ്. പിന്നെ കാഴ്ചക്കും നല്ല ഭംഗിയുണ്ട്, ചെറിയ ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചൂസ് ചെയ്തോളൂ. അല്ലാതെ എന്താ പറയുക ഇതൊരു ഹെഡ് ടേണർ ഫ്രാഗ്രൻസോ അല്ലെങ്കിൽ ഒരു സെഡക്റ്റീവ് പെർഫ്യൂമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള സംഗതികളൊന്നും ഇതിലില്ല. ഒരു ജനറിക് ആയിട്ടുള്ള പെർഫ്യൂം, അത്യാവശ്യം പെർഫോമൻസ് തരുന്നത്. സോ എനിവേസ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.